കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പരസ്യമായി വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്ക് ഇനി അങ്ങനെ സുരക്ഷിതനായി ഇരിക്കാമെന്ന ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് പറയാനുള്ളത്. കേരള പോലീസിൽ ഇനിയും ബാക്കിയുള്ള ആൺകുട്ടികളുടെ സംഘം ഇറങ്ങുകയാണ് ആ ക്രിമിനലിനെ പൊക്കാൻ. CPM എന്ന പാർട്ടിയുടെ തണലിൽ എന്തും ചെയ്യാമെന്ന ഹുങ്കിൽ കഴിയുന്ന അർജുൻ ആയങ്കി എന്ന കുറ്റവാളിക്കുള്ള സെല്ല് അങ്ങ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾക്കുള്ളിൽ കുറ്റവാളിയെ പൊക്കി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ആണയിട്ട് പറയുന്നുണ്ട് കേരള പോലീസ്. നിലവിൽ തൃശൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: അർജുൻ ആയങ്കി അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നു. അത് കോഴിക്കോടും കടന്ന് ഉൾനാട്ടിലേക്കാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. ചില തെളിവുകൾ കൂടി ലഭിച്ചാൽ സ്ഥിരീകരിക്കുവാൻ സാധിക്കും. നിലവിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തൻ CV ഷൗക്കത്ത് അലിയാണ്. ഓപ്പറേഷൻ ആയങ്കിയുമായി ഷൗക്കത്ത് അലി ഇറങ്ങിയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പാർട്ടി ഗ്രാമത്തിലേക്ക് അർജുൻ ആയങ്കി കടന്നുവെന്നാണെങ്കിൽ അവിടെ ചെന്ന് പൊക്കാൻ ഷൗക്കത്ത് അലിയോളം കേമനായ ഉദ്യോഗസ്ഥൻ നിലവിൽ മലബാർ ബെൽറ്റിൽ ഇല്ല എന്നതാണ് വാസ്തവം. പാർട്ടി അണികളുടെ കണ്ണും കാതും കാവലിരിക്കുന്ന, പോലീസ് കടന്നു ചെല്ലാൻ ഭയക്കുന്ന പാർട്ടി ഗ്രാമമാണ് ഇത്തവണ ആയങ്കിയുടെ ലക്ഷ്യമെങ്കിൽ അവിടെ കടന്നു ചെല്ലും പോലീസ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ തോക്കുകളും ഭീഷണിയും മാത്രം നിറഞ്ഞ മുടക്കോഴിമല കയറി കുടിസുനിയെയും സംഘത്തെയും ബുദ്ധിപരമായി പിടികൂടിയ പോലീസ് ഓഫീസറാണ് ഷൗക്കത്ത് അലി. സാഹസികതയും മിടുക്കും ചങ്കൂറ്റവും ഒന്നുയർന്ന ആ യുദ്ധതന്ത്രം ഇന്നും കേരള പോലീസിന്റെ പാഠപുസ്തകമാണ്. തൃശൂരിൽ നിന്ന് കോഴിക്കോട് വഴി കണ്ണൂരിലേക്ക് ആയങ്കി കടക്കും മുന്നേ അവസാനത്തെ കണ്ണി മുറിക്കാനാണ് പദ്ധതി. 3 ജില്ലകളിലെ രഹസ്യാന്വേഷണത്തിന്റെ നൂലുകളെല്ലാം ഷൗക്കത്ത് അലി തന്നെ കയ്യിലെടുത്തിരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ മണിക്കൂറുകൾ ഇടവിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന അർജുൻ ആയങ്കിയുടെ ആ നീക്കത്തിന് പിന്നാലെ പോകേണ്ടതില്ലെന്നാണ് പോലീസ് തീരുമാനം. കാരണം ആ കുറ്റവാളിയുടെ ഐഡിയിൽ നിന്ന് പോസ്റ്റുകൾ വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് പിന്നാലെ വെച്ച് പിടിച്ചാൽ എത്തി നിൽക്കുന്നത് ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രിയിലായിരിക്കും. ആയങ്കിക്ക് ഇനി പാർട്ടിയുടെ ഔദ്യോഗിക സംരക്ഷണമില്ല എന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിലും സൈബർ ഇടങ്ങളിലെ നിശബ്ദ ആരാധകരുടെ സഹായം അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലീസ് ഉറ്റുനോക്കുന്നുണ്ട്. കണ്ണൂരിലെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ മുടക്കോഴിമല എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ആയങ്കി മാറിയോ എന്നാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. പോലീസിന് പെട്ടെന്ന് കടന്നു ചെല്ലാൻ സാധിക്കാത്ത പാർട്ടി അണികളുടെ അതിശക്തമായ നിരീക്ഷണ വലയമുള്ള പ്രദേശങ്ങളിലേക്ക് മാറുന്നതിലൂടെ താൽക്കാലിക രക്ഷപ്പെടലാണ് ആയങ്കി ലക്ഷ്യമിടുന്നത്. എന്നാൽ മുടക്കോഴിമല എന്ന പ്രതിരോധ കോട്ട തകർത്ത ചരിത്രമാണ് ഷൗക്കത്ത് അലിക്കുള്ളത്. TP കേസ് അന്വേഷണ വേളയിൽ തോക്കുകളും മാരകായുധങ്ങളുമായി ഒളിവിലിരുന്ന കൊടിസുനി, കിർമാണി മനോജ്, ഷാഫി തുടങ്ങിയ കൊടും കുറ്റവാളികളെ മുടക്കോഴി മലമുകളിൽ കയറി ഷൗക്കത്ത് അലിയും സംഘവും അറസ്റ്റ് ചെയ്തത് കേരള പോലീസിന്റെ തൊപ്പിയിലെ പൊന്തൂവലായി വിലയിരുത്തുന്നുണ്ട്. കണ്ണൂരിലേക്ക് കടന്നാൽ പോലീസിന് മുന്നിൽ വീണ്ടും ഒരു മുടക്കോഴിമല ഓപ്പറേഷൻ വേണ്ടിവരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എത്ര പ്രതികൂല സാഹചര്യമായാലും പാർട്ടി ഗ്രാമങ്ങളുടെ പ്രതിരോധ മതിൽ കെട്ടിയാലും ആയങ്കിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് കേരള പോലീസ്. നേരത്തെ CPM സർക്കാർ അധികാരത്തിലിരുന്ന് 10 വർഷവും സ്വസ്ഥമായി ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല SP ഷൗക്കത്ത് അലിക്ക്. അനധികൃത ട്രാൻസ്ഫറുകളും മറ്റുമായി നെട്ടോട്ടമോടിയ കാലത്തിന് കൂടിയാണ് പരിസമാപ്തിയായത്. രമേശ് ചെന്നിത്തല അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തകരെ അകത്താക്കാൻ നിയോഗിക്കപ്പെട്ടത് ഷൗക്കത്ത് അലിയെയാണ്. ഇത് ഭംഗിയായി നിർവഹിച്ച ഷൗക്കത്ത് അലിക്ക് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പദവി നൽകിയാണ് UDF സർക്കാർ ആദരിച്ചത്. ഈ പദവി നൽകിയതിന് പിന്നിൽ കോഴിക്കോട് മാത്രമേ ഷൗക്കത്ത് അലിയുടെ ചുമതലകൾ അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കൂടി ഇനി ഷൗക്കത്ത് അലിയുടെ നിയന്ത്രണത്തിലാണുള്ളത്. പിന്നിൽ UDF സർക്കാരിന്റെ ശക്തമായ പിന്തുണ കൂടിയുള്ളപ്പോൾ ആയങ്കിയല്ല, ആയങ്കിയുടെ തലതൊട്ടപ്പന്മാരെ വരെ ഷൗക്കത്ത് അലിയും സംഘവും അകത്താക്കുമെന്ന് ഉറപ്പാണ്.